2019-20 സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഇ-ഫയലിംഗ് നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇ-ഫയലിംഗിന് മുമ്പായി രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2019-20 10E ഫോം തയ്യാറാക്കി സെക്ഷൻ 89 പ്രകാരമുള്ള റിലീഫ് നേടിയിട്ടുണ്ടെങ്കിൽ ഇ-ഫയലിംഗ് സൈറ്റിൽ ഫോം 10E തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യണം. രണ്ടാമതായി, ഇൻകം ടാക്സ് റീഫണ്ട് ഉണ്ടെങ്കിൽ ഇ-ഫയലിംഗ് സൈറ്റിൽ ബാങ്ക് അക്കൗണ്ട് പ്രീ വാലിഡേറ്റ് ചെയ്യണം. ഇവ എങ്ങനെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ വിശദമാക്കാം. ഇ-ഫയലിംഗ് നടത്തുന്നതിനായി www.incometaxindia-efiling.gov.in എന്ന സൈറ്റിലാണ് പ്രവേശിക്കേണ്ടത്. മെസ്സേജ് ബോക്സിൽ കണ്ടിന്യൂ ടു ഹോം പേജ് ക്ലിക്ക് ചെയ്യാം. ഇനി രജിസ്റ്റേർഡ് യൂസറിന് കീഴെയുള്ള ലോഗിൻ ഹിയർ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ചെയ്യുന്നതിനായി യൂസർ ഐ ഡിയായി പാൻ കാർഡ് നമ്പർ നൽകുക, പാസ്വേഡ് നൽകുക, മുകളിലുള്ള ക്യാപ്ച കോഡ് താഴെയുള്ള കോളത്തിൽ അടിക്കുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. കോൺടാക്റ്റ് ആൻഡ് അഡ്രസ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് ബോക്സിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ താഴെയുള്ള സ്കിപ്പ് ക്ലിക്ക് ചെയ്യാം. പുതിയ പേജിൽ അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യാം. 2020-21. ITR ഫോം നമ്പർ ITR 1. ഫയലിംഗ് ടൈപ്പ് ഒറിജിനൽ ബാർ റിവൈസ്ഡ് റിട്ടേൺ. സബ്മിഷൻ മോഡ് പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ഓൺലൈൻ. താഴെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കാണാം. അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണെങ്കിൽ സെലക്ട് അക്കൗണ്ട് ഫോർ റീഫണ്ട് ക്രെഡിറ്റ് താഴെയുള്ള ബോക്സിൽ ടിക്ക് ചെയ്യാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ പ്രീഫിൽ കൺസെന്റ് എന്ന മെസ്സേജ് ബോക്സിൽ ഐ അഗ്രിക്ക് തൊട്ട് മുമ്പായിട്ടുള്ള ബോക്സിൽ ടിക്ക് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇതോടെ ഫയൽ ചെയ്യാനുള്ള റിട്ടേൺ തുറന്നു കിട്ടുന്നു. ആദ്യ പേജിൽ ചില നിർദ്ദേശങ്ങൾ കാണാം. നമുക്ക് അടുത്ത പേജായ ജനറൽ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യാം. അതിലുള്ള മിക്ക കോളങ്ങളും ചേർക്കപ്പെട്ടിരിക്കും. തെറ്റായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവ തിരുത്തണം. ചുവന്ന നക്ഷത്ര ചിഹ്നമുള്ള കോളങ്ങൾ നിർബന്ധമായും പൂരിപ്പിക്കേണ്ടവയാണ്. അതിനുശേഷം നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് സെലക്ട് ചെയ്യുന്നു. അതിന് താഴെ ഫയൽഡ് അണ്ടർ സെക്ഷൻ എന്ന ഒരു ഭാഗം കാണാം. അവിടെ 139(1) ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ് ആണുള്ളത്. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ 139(4) ബിലേറ്റഡ് സെലക്ട് ചെയ്യാം. ഇവിടെ 139(1) സെലക്ട് ചെയ്യുന്നത്. ഇതിന് ചുവടെ ആർ യു ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ അണ്ടർ 7th പ്രൊവിഷ്യോ എന്ന ചോദ്യം കാണാം. ഇവിടെ നോ സെലക്ട് ചെയ്യാം. ഇത് എന്താണെന്ന് നോക്കാം. 2.5 ലക്ഷത്തിൽ കുറഞ്ഞ വരുമാനമുള്ള ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല. എന്നാൽ 2019-20 1 ലക്ഷം രൂപയിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുകയോ വിദേശയാത്രയ്ക്കായി 2 ലക്ഷത്തിൽ കൂടുതൽ ചെലവഴിക്കുകയോ 1 കോടി രൂപയിൽ കൂടുതൽ നിക്ഷേപം നടത്തുകയോ ചെയ്താൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇങ്ങനെയുള്ളവർ യെസ് നൽകി താഴെ വിവരങ്ങൾ ചേർക്കണം. തുടർന്ന് സേവ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ആൻഡ് ടാക്സ് എന്ന പേജ് എടുക്കാം. ഈ പേജിലാണ് അടയ്ക്കേണ്ട ടാക്സ് കണക്കാക്കുന്നത്. 2019-20 വർഷത്തെ ഫൈനൽ സ്റ്റേറ്റ്മെന്റോ ഫോം 16 നോക്കി കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ആൻഡ് ടാക്സ് എന്ന ഈ പേജ് പൂരിപ്പിക്കാം. ഈ പേജിൽ ഒട്ടേറെ കള്ളികൾ പൂരിപ്പിച്ചതായി കാണാം. ഫൈനൽ സ്റ്റേറ്റ്മെന്റിലെ തുക തന്നെയാവും ഇത്. ETDS റിട്ടേൺ വഴി DDO അപ്ലോഡ് ചെയ്തതാണിത്. ആദ്യമായി
സാലറി ആസ് പെർ സെക്ഷൻ 17(1) നേരെ കഴിഞ്ഞ വർഷത്തെ ആകെ ശമ്പളം ചേർക്കണം. അതിവിടെ വന്നിരിക്കുന്നു. സെക്ഷൻ 10 പ്രകാരം ഒഴിവാക്കാവുന്ന അലവൻസുകൾ ലഭിച്ചെങ്കിൽ അവ കൂട്ടി വേണം ഇവിടെ തുക ചേർക്കാൻ. ഇങ്ങനെ കൂട്ടിയ തുക അലവൻസുകൾ നേച്ചർ ഓഫ് എക്സംപ്റ്റ് അലവൻസിന് താഴെ സെലക്ട് ചെയ്ത് അതിനു നേരെ സംഖ്യ ചേർക്കാം. DCRG, പെൻഷൻ കമ്മ്യൂട്ടേഷൻ, ഏൺഡ് ലീവ് സറണ്ടർ മുതലായവയൊക്കെ മുകളിൽ കൂട്ടിയ ശേഷം ഇവിടെ ചേർത്ത് ടാക്സ് കണക്കാക്കുന്നതിൽ നിന്നും ഒഴിവാക്കാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കള്ളിയിൽ ചേർത്തതായി കാണാം. പ്രൊഫഷണൽ ടാക്സ് തുക ചേർക്കാം. 2,500 ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇടയ്ക്കിടെ സേവ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്ത് അതുവരെ ചേർത്തവ സേവ് ചെയ്യാം. ഇനി ഹൗസിംഗ് ലോൺ പലിശ ചേർക്കാൻ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടിക്കു നേരെ സെൽഫ് ഒക്യുപ്പൈഡ് സെലക്ട് ചെയ്യണം. സെൽഫ് ഒക്യുപ്പൈഡ് സെലക്ട് ചെയ്യാം. താഴെ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോഡ് ക്യാപിറ്റലിനു നേരെ പലിശ ചേർക്കണം. ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോഡ് ക്യാപിറ്റൽ, ഇവിടെ പലിശ ചേർക്കാം. ബാങ്ക് പലിശ, ഫാമിലി പെൻഷൻ മുതലായവ വരുമാനങ്ങൾ ലഭിച്ചു എങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ നേച്ചർ ഓഫ് ഇൻകം എന്നതിന് താഴെ സെലക്ട് ചെയ്യുകയും തുക ചേർത്തുകയും വേണം. ബാങ്ക് പലിശ നൽകിയതായി ആദായനികുതി വകുപ്പിനെ അറിയിച്ചുവെങ്കിൽ ആ തുക ഈ വരിയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടാവും. പാർട്ട് സി ഡിഡക്ഷൻസ് ചേർക്കാനുള്ള ഭാഗമാണ്. അർഹമായ കിഴിവുകളൊക്കെ അതാതു വരികളിൽ ചേർക്കണം. ആദ്യത്തെ കോളത്തിലാണ് സംഖ്യ ചേർക്കേണ്ടത്. ATC വിവിധ നിക്ഷേപങ്ങൾക്കുള്ള ഇളവ് പരമാവധി 1,50,000 ആണ്. ഇനി മുകളിലുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാം. 1/4/2020 മുതൽ 31/7/20 വരെ നടത്തിയ ഏതെങ്കിലും നിക്ഷേപം 19/20 ഇളവിന് ഉൾപ്പെടുത്തിയെങ്കിൽ യെസ് ചേർക്കണം. ഇല്ലെങ്കിൽ നോ എന്നും സെലക്ട് ചെയ്യണം. ഉത്തരം യെസ് ആണെങ്കിൽ ഷെഡ്യൂൾ D1 എന്ന പേജിൽ എൻട്രി നടത്തണം. നമുക്ക് D1 എന്ന പേജ് എടുക്കാം. രണ്ടാം കോളത്തിൽ ആകെ നിക്ഷേപം കാണാം. അതിൽ എത്രയാണ് 1/4/20 ശേഷം നടത്തിയത് എന്ന് അടുത്ത കോളത്തിൽ ചേർക്കണം. 1/4/20 ശേഷം നടത്തിയത് അടുത്ത കോളത്തിൽ ചേർക്കാം. ഇനി പഴയ പേജിലേക്ക് തന്നെ തിരിച്ചു പോകാം. താഴെയുള്ള ഡിഡക്ഷൻസ് ഓരോന്നായി പരിശോധിക്കാം. 80 CCC പെൻഷൻ പദ്ധതികളിലെ നിക്ഷേപമാണ്. 80 CCD1 നാഷണൽ പെൻഷൻ സ്കീമിലെ നിക്ഷേപമാണ്. 80C, 80CCC, 80CCD1 എന്നിവ പരമാവധി 1,50,000 രൂപയാണ്. അടുത്തത് 80CCD1B NPSലെ നിക്ഷേപത്തിന് 50,000 രൂപ വരെയുള്ള അധിക കിഴിവാണിത്. അടുത്തത് 80CCD2 NPSലേക്കുള്ള
എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണിത്. അടുത്തത് 80D ആണ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. ഇത് ഷെഡ്യൂൾ 8D എന്ന പ്രത്യേക പേജിൽ ചേർക്കണം. നമുക്ക് 80D എന്ന പേജിൽ പോകാം. കുടുംബത്തിന്റെ പേരിൽ 80D കിഴിവ് ഇല്ലെങ്കിൽ ആദ്യ പട്ടിക കോളത്തിൽ നോട്ട് ക്ലെയിമിംഗ് ഫോർ സെൽഫ് ഫാമിലി എന്ന് തിരഞ്ഞെടുക്കണം. ഉണ്ടെങ്കിൽ, കിഴിവ് ഉണ്ടെങ്കിൽ കുടുംബത്തിൽ സീനിയർ സിറ്റിസൺ ഉണ്ടോ ഇല്ലയോ എന്ന് ചേർക്കണം. ഉണ്ടെങ്കിൽ യെസ് ചേർക്കാം, ഇല്ലെങ്കിൽ നോ ചേർക്കാം. സീനിയർ സിറ്റിസൺ ഇല്ലെങ്കിൽ നോ ചേർത്ത് താഴെയുള്ള കള്ളികളിൽ തുക ചേർക്കണം. സീനിയർ സിറ്റിസൺ ഉണ്ടെങ്കിൽ യെസ് ചേർക്കാം, കള്ളികളിൽ തുക ചേർക്കാം. ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് ക്ലെയിമിംഗ് ഫോർ സെൽഫ് ആൻഡ് ഫാമിലി ചേർക്കാം. ഇതേപോലെ രക്ഷിതാക്കളുടെ പേരിൽ ഇല്ലെങ്കിൽ നോട്ട് ക്ലെയിമിംഗ് തിരഞ്ഞെടുക്കണം. ഉണ്ടെങ്കിൽ അവരിൽ സീനിയർ സിറ്റിസൺ ഉണ്ടോ ഇല്ലയോ എന്ന് ചേർക്കണം. താഴെ തുക ചേർക്കുകയും വേണം. ഇനി പഴയ പേജിലേക്ക് തന്നെ തിരിച്ചു പോകാം. അടുത്തത് 80DD ആണ്, വൈകല്യമുള്ള ആശ്രിതന്റെ ചികിത്സയ്ക്കുള്ള കിഴിവാണിത്. ആദ്യം ഡിസബിലിറ്റി സിവിയർ ആണോ എന്ന് തിരഞ്ഞെടുക്കണം. പിന്നീട് തുക ചേർക്കണം. അടുത്തത് 80DDB ആണ്, പ്രത്യേക രോഗങ്ങൾക്കുള്ള ചികിത്സാ ചെലവാണിത്. ഇവിടെയും ഡിസബിലിറ്റി സിവിയർ ആണോ എന്ന് ചേർത്ത് സംഖ്യ ചേർക്കണം. അടുത്തത് 80E ആണ്, എഡ്യൂക്കേഷൻ ലോണിന്റെ പലിശയാണിത്. അടുത്തത് 80EE, ഹൗസിംഗ് ലോണിന്റെ പലിശ 2 ലക്ഷം വരെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഭാഗത്ത് കാണിച്ചിരിക്കാം. ഇതിനു പുറമെയുള്ള 50,000 അധിക കിഴിവാണ് ഇത്. അടുത്തത് 80EEA ആണ്. 80EE പോലെ ചില നിബന്ധനകൾക്ക് വിധേയമായി ഹൗസിംഗ് ലോണിന്റെ പലിശയിലുള്ള അധിക കിഴിവാണിത്. അടുത്തത് 80EEB, ഇലക്ട്രിക് വാഹനങ്ങളുടെ ലോണിന്റെ പലിശയാണിത്. അടുത്തത് 80G ആണ്, CMDRFിലേക്ക് നൽകിയ തുക ഇവിടെയാണ് വരേണ്ടത്. ഇത് ചേർക്കുന്നത് ഷെഡ്യൂൾ 80G എന്ന പേജിലാണ്. നമുക്ക് ഷെഡ്യൂൾ 80G എന്ന പേജ് എടുക്കാം. അതിനു മുമ്പായി സേവ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. 80G, ഷെഡ്യൂൾ 80Gയിലെ ആദ്യ പട്ടികയിലാണ് CMDRF ചേർക്കുന്നത്. നെയിം ഓഫ് ഡോണി ചേർക്കാം. ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട്. അഡ്രസ് ഗവൺമെന്റ് ഓഫ് കേരള, സിറ്റി, ടൗൺ ഓർ ഡിസ്ട്രിക്ട് തിരുവനന്തപുരം, സ്റ്റേറ്റ് കോഡ് കേരള, പിൻകോഡ് 695,001. പാൻ ഓഫ് ഡോണി AAAGD 0584 M. ഡൊണേഷൻ ഇൻ അതർ മോഡിന് ചുവടെ ശമ്പളത്തിൽ നിന്നും നൽകിയ തുക ചേർക്കുക. CMDRFിലേക്ക് ശമ്പളത്തിൽ നിന്നും നൽകിയ തുക
സേവ് ചെയ്ത് വീണ്ടും പഴയ പേജിലേക്ക് തിരിച്ചു പോകാം. $26,540 ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അടുത്തത് 80GG ആണ്, റെന്റ് പെയ്ഡ്. 80GGA ചില ഡൊണേഷൻസിനുള്ള കിഴിവ്. 80GGC ഡൊണേഷൻസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. അടുത്തത് 80TTA ആണ്. 60 വയസ്സിൽ താഴെയുള്ളവർക്ക് SB അക്കൗണ്ടുകളിലെ പലിശ പരമാവധി 10,000 രൂപ. 80TTB നോക്കാം. 60 കഴിഞ്ഞവർക്ക് നിക്ഷേപങ്ങളുടെ പലിശ പരമാവധി 50,000. അടുത്തത് 80U ആണ്. വികലാംഗനായ ജീവനക്കാരനുള്ള കിഴിവാണിത്. ഡിസബിലിറ്റി സിവിയർ ആണോ എന്ന് സെലക്ട് ചെയ്ത ശേഷം സംഖ്യ ചേർക്കണം. ആകെ ഡിഡക്ഷൻസ് ചുവടെ വന്നിരിക്കും. അതിനു താഴെ ടാക്സബിൾ ഇൻകം ശരിയാണോ എന്ന് പരിശോധിക്കാം. ചുവടെ ടാക്സ്, റിബേറ്റ്, സെസ് എന്നിവ കണക്കാക്കപ്പെട്ടിരിക്കും. എക്സംപ്റ്റ് ഇൻകം എന്ന ഒരു ഭാഗം കാണാം. ഇവിടെ നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം പോലുള്ള ഇൻകങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. ഇത് ടാക്സിന് പരിഗണിക്കപ്പെടുന്നില്ല. അത്തരത്തിലുള്ള ഇൻകം ഉണ്ടെങ്കിൽ അതിവിടെ ചേർക്കാവുന്നതാണ്. താഴെ റിലീഫ് അണ്ടർ സെക്ഷൻ 89 കാണാം. ഇതിന് നേരെ ഫോം 10 ഉപയോഗിച്ച് നേടിയ റിലീഫ് ചേർക്കണം. റിലീഫ് ലഭിക്കണമെങ്കിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് സൈറ്റിൽ 10 തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യണം. ഇത് എങ്ങനെയെന്ന് മറ്റൊരു വീഡിയോയിൽ വിശദമാക്കാം. അഡ്വാൻസ് ആയി നൽകേണ്ട ടാക്സ് യഥാസമയം അടയ്ക്കാതിരുന്നാലുള്ള പലിശയാണ് 234C. ഇവിടെ തുക കാണുന്നുവെങ്കിൽ ടാക്സ് ഡീറ്റെയിൽസ് ചേർക്കുന്നതോടെ ഇത് പോയേക്കും. ഏറ്റവും താഴെ ആകെ നൽകേണ്ട ടാക്സ് കാണാം. ഇനി അടുത്ത പേജായ ടാക്സ് ഡീറ്റെയിൽസ് എടുക്കാം. അതിൽ ആദ്യത്തെ പട്ടികയിൽ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും കുറച്ച ടാക്സിന്റെ വിവരങ്ങൾ വന്നിരിക്കും. സ്ഥാപനത്തിന്റെ ടാൻ നമ്പർ, നെയിം ഓഫ് ഡിഡക്റ്റർ എന്നിവ കാണാം. തൊട്ടടുത്ത കോളത്തിൽ ഇൻകം ചാർജബിൾ അണ്ടർ സാലറീസ് കാണാം. ഇത് നമുക്ക് ആകെ ലഭിച്ച ശമ്പളമാണ് വരേണ്ടത്. പക്ഷെ അതിനേക്കാൾ കുറഞ്ഞ ഒരു സംഖ്യ ആയിരിക്കും പക്ഷേ ഇവിടെ കാണുന്നത്. അതിന് കാരണം TDS റിട്ടേൺ ഫയൽ ചെയ്യുന്ന അവസരത്തിൽ ഓരോ മാസവും കാണിക്കുന്ന ഗ്രോസ് സാലറിക്കൊപ്പം അരിയർ പോലെയുള്ള തുകകൾ കാണിക്കാതിരിക്കുന്നതാവാം. അല്ലെങ്കിൽ 12 മാസം ടാക്സ് കുറയ്ക്കുന്നതിനു പകരം 10 മാസം കുറച്ചിട്ടുണ്ടെങ്കിൽ ആ 10 മാസത്തെ സാലറി മാത്രമേ ഇവിടെ കടന്നു വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെയുള്ള സാലറി ആസ് പെർ സെക്ഷൻ 17(3) തുക തന്നെ എടുത്ത് ചേർക്കാവുന്നതാണ്. നമ്മൾ മറ്റു തരത്തിൽ സോഴ്സിൽ നിന്നും ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കടന്നു വന്നിരിക്കും. നമ്മൾ ബാങ്കിൽ അടച്ച ടാക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ഈ ഭാഗത്താണ് കടന്നു വരുന്നത്. സേവ് ഡ്രാഫ്റ്റ് അടിച്ച് നമുക്ക് അതുവരെയുള്ള വിവരങ്ങൾ വീണ്ടും സേവ് ചെയ്യാം. ഇനി നമുക്ക് ടാക്സ് പെയ്ഡ് ആൻഡ് വെരിഫിക്കേഷൻ എന്ന പേജ് എടുക്കാം. ഇതിൽ നമ്മളെ TDS ആയി കുറച്ച തുക ഇവിടെ കടന്നു വന്നിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എമൗണ്ട് പേയബിൾ എന്ന കോളത്തിൽ ഒന്നും ഇല്ല, 0 ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇവിടെ പേയബിൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ തുക അടച്ചതിന് ശേഷം വേണം റിട്ടേൺ ഫയൽ ചെയ്യാൻ. ഇവിടെ ഇദ്ദേഹത്തിന് റീഫണ്ടായി 3,210 രൂപ കിട്ടാനാണുള്ളത്. താഴെ
എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ ചേർത്താനുള്ള കോളം കാണാം. ഇവിടെ പുതിയ വരി ആഡ് ചെയ്യുന്നതിനായി ആഡ് ക്ലിക്ക് ചെയ്യാം. റീഫണ്ട് തിരിച്ചു ലഭിക്കാൻ ഒരു ബാങ്ക് അക്കൗണ്ട് അവസാന കോളത്തിൽ ടിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കണം. അതിന് താഴെ ഒരു ഡിക്ലറേഷൻ കാണാം. അതിൽ സെൽഫ് തിരഞ്ഞെടുക്കാം. പ്ലേസ് ചേർത്തേണ്ടതായിട്ടുണ്ട്. ഏറ്റവും അടിയിലായി റിട്ടേൺ വെരിഫിക്കേഷൻ നടത്താൻ 3 ഓപ്ഷനുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കണം. ആധാർ OTP വഴിയോ EVC ജനറേറ്റ് ചെയ്തോ ഈ വെരിഫിക്കേഷൻ നടത്തുന്നുവെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഈ വെരിഫിക്കേഷൻ നടത്തുന്നത് 120 ദിവസത്തിനുള്ളിൽ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുന്നുവെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. വെരിഫിക്കേഷനായി ITR-5 ഒപ്പിട്ട് സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് സെന്ററിലേക്ക് അയക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അതിനുശേഷം സേവ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. എല്ലാം കൃത്യമായി ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇതോടെ നാം സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിട്ടേൺ പൂർണ്ണ രൂപത്തിൽ കാണാം. ഇത് മുഴുവൻ നോക്കി ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. PDF രൂപത്തിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. ഇതോടെ റിട്ടേൺ അപ്ലോഡ് ചെയ്തു എന്ന് കാണിക്കുന്ന പേജ് തുറക്കും. വെരിഫിക്കേഷൻ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചവരും ITR-5 ബാംഗ്ലൂരിലേക്ക് അയക്കാൻ ഉദ്ദേശിച്ചവരും അത് ചെയ്യാൻ മറക്കരുത്. സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞ റിട്ടേൺ പിന്നീട് ഈ വെരിഫിക്കേഷൻ നടത്താൻ മൈ അക്കൗണ്ട് ടാബിൽ ഈ വെരിഫൈ റിട്ടേൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്ന പേജിൽ അസസ്മെന്റ് ഇയർ 2020-21 നേരെ ചുവന്ന അക്ഷരത്തിലുള്ള ഈ വെരിഫൈ ക്ലിക്ക് ചെയ്യുക. പുതിയ പേജിലുള്ള 3 ഓപ്ഷനുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം. ആധാർ OTP സെലക്ട് ചെയ്താൽ ഒരു മെസ്സേജ് ബോക്സ് വരും. അതിൽ OTP ജനറേറ്റ് ചെയ്യാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതോടെ മൊബൈലിലേക്ക് OTP മെസ്സേജായി വരുന്നതാണ്. ഇത് ആധാർ OTPക്ക് നേരെ അടിച്ചുകൊടുത്ത് താഴെയുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് ഇട്ട ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യണം. ആധാർ വിവരങ്ങൾക്കൊപ്പം മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആധാർ OTP ലഭിക്കുകയുള്ളൂ. ITR-5 ഒപ്പിട്ട് അയക്കുന്നതിനായി ഡൗൺലോഡ് ചെയ്യാൻ മൈ അക്കൗണ്ട് ടാബിൽ വ്യൂ ഈ ഫയൽഡ് റിട്ടേൺസ് ഫോംസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറക്കുന്ന പേജിൽ സെലക്ട് എൻ ഓപ്ഷനു നേരെ ഇൻകം ടാക്സ് റിട്ടേൺ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യണം. പുതിയ പേജിൽ 2020-21 അസസ്മെന്റ് ഇയറിന് നേരെ ചുവന്ന അക്ഷരത്തിലുള്ള അക്നോളജ് നമ്പർ ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ ITR-5 അക്നോളജ്മെന്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുന്നതോടെ ഒപ്പിട്ട് അയക്കാനുള്ള ITR-5 ഡൗൺലോഡ് ചെയ്യപ്പെടും.